സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ സജീവമായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ BLOമാർക്കായി ഡിജിറ്റലൈസേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ ക്യാമ്പുകളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ എത്തൻ ഖേൽക്കർ തന്നെ നേരിട്ടെത്തി. തൈക്കാട് MLP സ്കൂളിലെ ക്യാമ്പിൽ എങ്ങനെയാണ് ഈ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നമ്മുടെ റോഷിപാൽ പോയി നോക്കിയിരുന്നു. റോഷിപാലിന്റെ റിപ്പോർട്ടറാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിലാണ്. എന്യൂമറേഷൻ ഫോമുകളുടെ ശേഖരണമാണ്. പലയിടങ്ങളിൽ ക്യാമ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ക്യാമ്പുകളിൽ BLOമാർ മറ്റു ഉദ്യോഗസ്ഥന്മാർ എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിച്ച് അത് ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞാനിപ്പോൾ തൈക്കാട് MLP സ്കൂളിലാണുള്ളത്. ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഖേൽക്കർ കൂടിയുണ്ട്. ഈ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി നമുക്ക് എങ്ങനെയുണ്ട് പുരോഗതി? സംസ്ഥാനത്ത് വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു. തീർച്ചയായിട്ടും നല്ല പുരോഗതിയാണ്. നമ്മുടെ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കാണാം 4 ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാർ അവരുടെ ഫോംസ് പൂരിപ്പിച്ച് തിരിച്ച് നൽകിയിട്ടുമുണ്ട്. പിന്നെ ഫിൽ ചെയ്യാൻ ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സഹായം നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റായിട്ട് ഇവർക്ക് ഫ്രീ ഉള്ള സമയത്ത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു ഫോം 1 മിനിറ്റിൽ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്. സോ ഇങ്ങനെ വളരെ നല്ല വിധത്തിലൊരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നമുക്ക് BLOമാർ തന്നെ ഇത് വിശദീകരിക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ശരിക്കും എന്താണ് ഈ ഡിജിറ്റലൈസേഷൻ? ഈ ക്യാമ്പിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഫോം അവരിവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ ഫോമിനകത്ത് അവരുടെ 2002 വിവരങ്ങൾ തപ്പി അത് ആ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ക്യാമ്പിലേക്ക് എത്തുന്നവരെ ഈ ഫോം പൂരിപ്പിക്കാൻ ഉൾപ്പെടെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആശങ്കയായിരുന്നു വീടുകളിൽ പോയി ഈ ഫോം ശേഖരിക്കണം. ഇപ്പം കുറച്ചുകൂടെ ഒരു ടീം വർക്കായി എളുപ്പമാകുന്നുണ്ട്. ക്യാമ്പ് ഇങ്ങനെ കളക്ഷൻ സെൻറ്റർ ആയപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈസിയായി. പക്ഷേ നമ്മൾ പരമാവധി എല്ലാ വീടുകളിലും പോയെങ്കിലും ഇനിയും ഇതറിയാത്തതും കുറച്ച് ആൾക്കാരുണ്ടാകും. ഫോം പൂരിപ്പിക്കുന്നതിൽ പലർക്കും സംശയം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അവരെ സഹായിക്കുന്നു. നമ്മുടെ ജോലിയല്ലേ, പരമാവധി ചെയ്യും. പക്ഷേ എല്ലാം കൂടെ ചില സമയത്ത് പറ്റുന്നില്ല. പൊതുവെ കുറച്ചും കൂടെ BLOമാർക്ക് എളുപ്പത്തിൽ അവരൊരു ടീം വർക്ക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും. കാരണം ഇവിടെ 4 ബൂത്ത് ലെവൽ ഓഫീസർമാരാണുള്ളത്. അവർ ഈ മേഖലയിൽ, ഈ തൈക്കാട് മേഖലയിലുള്ള വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിലെ ആളുകൾ ഉൾപ്പെടെയുണ്ട്. ബൂത്തുകളിൽ നിന്നും വോട്ടർമാർ നേരിട്ടെത്തുന്നു. അവർ ഈ ഫോമുകൾ ഏൽപ്പിക്കുന്നു. പൂർണ്ണമായും എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയാത്തവർക്ക് BLOമാർ അവർ പൂരിപ്പിച്ച് നൽകുന്നുണ്ട്. സംശയങ്ങൾ നിവാരണം നടത്തും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായി നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ക്യാമ്പുകൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും സമാനമായ രീതിയിൽ തന്നെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. അവിടേക്ക് എത്രയും പെട്ടെന്ന് എന്യൂമറേഷൻ ഫോമുകളുമായി വോട്ടർമാർ എത്തണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആശങ്കയ്ക്കിടയില്ല, എല്ലാവർക്കും അവരുടെ വോട്ടുണ്ടാകും വോട്ടർ പട്ടികയിൽ എന്ന ഉറപ്പ് ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു.